മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടി വയനാട് ജില്ലാ കോടതി ശരിവച്ചു. പ്രതികളായ ജോസ്കുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരുടെ അപ്പീലാണ് തള്ളിയത്. TFC മരം കണ്ടുകെട്ടിയതിനെതിരെ അഗസ്റ്റിൻ സഹോദരന്മാർ ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചെയ്യുന്നു. വിനേഷ്, മരം കട്ടതാണെന്ന് വീണ്ടും ഉറപ്പിക്കുന്നു, കട്ടമരമാണെന്ന് സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കട്ടമരം വീണ്ടെടുത്ത അല്ലെങ്കിൽ കണ്ടുകെട്ടിയ നടപടി ശരിയാണെന്ന് കോടതി പറയുന്നു. വിവരങ്ങൾ. സുഹേൽ, തീർച്ചയായും ഇത് പ്രതികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുട്ടിൽ മരമുറി എന്ന് ഇതിനെ ചുരുക്കി പറയേണ്ടതില്ല, മുട്ടിൽ ഈട്ടിക്കൊള്ള എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം വലിയൊരു കൊള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഇത്രയും വലിയൊരു ഈട്ടിക്കൊള്ള നടന്നിട്ടുണ്ടാവില്ല. അതിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു വിധി വന്നിട്ടുള്ളത്. അതായത് വനം വകുപ്പ് കണ്ടുകെട്ടിയതായിരുന്നു. പ്രതികൾ കർഷകരെയും മറ്റും കബളിപ്പിച്ച് തെറ്റിദ്ധാരണ വരുത്തി, അതായത് അവരെ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ മരക്കൊള്ള നടത്തിയിട്ടുള്ളത്. ഏകദേശം 10 കോടിയോളം രൂപ വില മതിക്കുന്ന മരങ്ങളാണ് ഇവിടെ നിന്ന് മുറിച്ചു കടത്തിയത്. ഈ എറണാകുളത്ത് വെച്ചത് അന്നത്തെ മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന സമീറിന്റെ നേതൃത്വത്തിലാണ് ഈ മരം മുഴുവനായി പിടികൂടി അന്നത്തെ DFO ആണ് ഇത് കണ്ടുകെട്ടി, വനം വകുപ്പ് കണ്ടുകെട്ടുകയുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇവർ അപ്പീൽ പോയത്. 28 കേസുകളാണ് ഇത് സംബന്ധിച്ച് ജില്ലാ കോടതിയിൽ ഉണ്ടായിരുന്നത്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി വന്നിട്ടുള്ളത്. അതായത് ഇവരുടെ അപ്പീൽ പൂർണ്ണമായി പ്രതികളുടെ അപ്പീൽ തള്ളുകയും കണ്ടുകെട്ടിയ നടപടിയെ കോടതി ശരിവെക്കുകയുമാണ് ചെയ്തത്. വയനാട് ജില്ലാ കോടതിയിലെ മജിസ്ട്രേറ്റായ മൃദുലയുടേതാണ് വിധി വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, വളരെ നിർണായകമായ ഒരു ഇതാണ് മുട്ടിൽ മരമുറിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു വിധിയാണിത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.